ഹായ് ഗായ്സ്, നമ്മൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ ജോസ് ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞൊരു ഒരു വർഷക്കാലമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 വർഷമായിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു. അപ്പം ആ ഒരു തിരക്കും ആ ഒരു ഇതിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ 2 ഷോട്ടൊക്കെ നമ്മൾ ഇട്ടായിരുന്നു. പിന്നെ ആ കണ്ടിന്യൂസ് ആ ഒരു ഒറ്റ ലെവലിൽ തന്നെ ആയതുകൊണ്ട് നമ്മളത് വിട്ടായിരുന്നു ആ കേസ്. പിന്നെ കാണുന്ന നിങ്ങൾക്കൊരു മടുപ്പായിട്ട് തോന്നും എന്ന് വെച്ചാണ് നമ്മൾ സംഭവം ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഒരു 1 ഇയർ ആയതിനു ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ഇനി അങ്ങോട്ട് യൂട്യൂബിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ലാസ്റ്റ് ഇട്ട വീഡിയോ എനിക്ക് തോന്നുന്നു മറ്റേ ബസ്സിൻ്റെ ഡെലിവറി എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. മറ്റേ ഓസ്ലറിൻ്റെ വണ്ടിയുടെ ഡെലിവറിക്ക് പോയതിൻ്റെ വീഡിയോ ആയിരുന്നു തോന്നുന്നു. അതിന് വീണ്ടും ഒരു വണ്ടി ഡെലിവറി എടുത്തായിരുന്നു, നമ്മളതൊന്നും ഷൂട്ട് ചെയ്തില്ല. പണ്ടത്തെ കൂട്ട് ഇപ്പം എന്താ പറയുന്നത്, ഒരു പഴയ ഒരു നമ്മുടെ ആ ഒരു ഇതിലൂടെ കിട്ടുന്നില്ല, ആ ഒരു മീൻസ് ആ ഒരു ഇത് കിട്ടുന്നില്ല, എന്താ പറയണ്ടതിന്. അന്ന് നമ്മൾ കണ്ടിന്യൂസ് ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2023 എനിക്ക് 1K സബ്സ്ക്രിപ്ഷൻ ആയത്. അന്നോട്ട് ഇന്ന് വരെ കണ്ടിന്യൂസ് വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് 10,000 ഒക്കെ ആയേനെ എന്ന് തോന്നുന്നു. പക്ഷേ കുറേ പേര് ഇടുകയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളതിനെന്തോ എപ്പോഴും ഓരോ കണ്ടന്റ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടായത്. അപ്പം അതെല്ലാം പോട്ടെ. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ടും ഇന്ന് തൊട്ട് നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി തൊട്ട് നമ്മൾ വേറൊരു പരിപാടി, അതായത് നമ്മുടെ ഒരു ചെറിയ ഫാമിലിയിലേക്ക് ഒരു പുതിയ അതിഥി ഇനിയും കടന്നു വരികയാണ്. നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പുതിയ മോഡൽ ട്രാവലർ ന്യൂ മോഡൽ BS6 വണ്ടി നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വരികയാണ്. അതായത് നമ്മുടെ ചെറിയൊരു ഫാമിലി ഉണ്ട്. എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ലിജിനസ് ചേട്ടൻ, നിങ്ങളെൻ്റെ വ്ളോഗിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. കാര്യം നമ്മൾ പണ്ട് ഒരു വ്ളോഗിനകത്ത് സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ചെയ്ത അവരുടെ പപ്പനെയും അമ്മേനെയും സർപ്രൈസ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇറക്കിയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പം ആ ഇപ്പം ഒരു സ്വന്തമായിട്ടൊരു ട്രാവലർ എടുത്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ചേട്ടനാണ് എൻ്റെ. അപ്പം ഇന്നൊരു നമ്മൾ ആ വണ്ടിയിലായിരിക്കും തൊട്ട് നമ്മുടെ യാത്രയും നമ്മുടെ കാര്യങ്ങളും. അപ്പം ഇന്നോടനെ നമ്മൾ ഫുള്ള് ട്രാവലറിനെ പറ്റിയുള്ള പരിപാടികളായിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞ് ഫുള്ള് നമ്മൾ ട്രാവലറിൻ്റെ ഇതിൽ മാത്രമായിട്ട് നിങ്ങളെ അങ്ങനെ ആക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടേതായിട്ടുള്ള ലൈഫിൽ നമ്മളിപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വണ്ടി എടുത്തൊരു ഓട്ടം പോയി, ആ ഓട്ടത്തിൻ്റെ ഫുൾ വീഡിയോ അന്ന് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. നമ്മളന്ന് എന്തൊക്കെ നടന്നു പറയണ്ടല്ലോ, ടോട്ടൽ എനിക്ക് അറിയാമല്ലോ നമ്മുടെ ആ ഒരു ഇത്. അപ്പം പിന്നെ ഇന്നിപ്പം തിങ്കളാഴ്ച, ഇപ്പം നമുക്ക് ഇന്നിനിപ്പം കുറച്ച് ഉച്ച കഴിഞ്ഞ കുറച്ച് പരിപാടികളുണ്ട്. കാര്യം വണ്ടി ബുധനാഴ്ചയാണ് ഡെലിവറി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പേരടിക്കാൻ വേണ്ടി പോകണം, പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടി ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ കുറച്ച് പരിപാടി ഇന്ന് ഉച്ച കഴിഞ്ഞുണ്ട്. ആ വ്ളോഗ് നിങ്ങൾ നാളത്തെ വീഡിയോക്കായിരിക്കും കാണുന്നത് കേട്ടോ. നമ്മളിന്ന് ഇത്ര ആദ്യം ഒരു ഇത് പറഞ്ഞ് നമുക്ക് ഇന്നൊരു ഫസ്റ്റ് വ്ളോഗ് ഇടാമെന്ന് വെച്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് നല്ലപോലെ അത്യാവശ്യം നല്ലൊരു വർക്ക് ചെയ്തിറക്കണമെന്നാണ് ആഗ്രഹം. പുതിയ മോഡലായതുകൊണ്ട് നമുക്ക് പുതിയ അപ്ഡേഷൻസ് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ പഴയ മോഡൽ വണ്ടിയുടെ ആ ഒരു രീതിയിലല്ല പുതിയ മോഡലിൻ്റെ വണ്ടിയുടെ വ്യത്യാസമുണ്ട്. ഫ്രണ്ടൊക്കെ വേറെ മോഡലാണ്. ബാക്ക് പിന്നെ കുഴപ്പം, ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഫ്രണ്ടിലേതെന്ന് പറയുമ്പം ഫ്രണ്ട് ഓൾമോസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ ബോണറ്റ് ആയാലും അതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും തന്നെ അതിൻ്റെ ബമ്പറായാലും തന്നെ കുറേ വ്യത്യാസമുണ്ട്. അപ്പം പഴയ മോഡൽ ആ ഒരു വണ്ടിയുടെ അപ്ഡേഷനിലോട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ ബമ്പറിനൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ തോന്നുന്നത്. കാര്യം ഓൾറെഡി ഞങ്ങൾ ജോഷിപ്പ് സംസാരിച്ച് എല്ലാം ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു പഴയ മോഡലിൻ്റെ ബമ്പർ ലുക്കിലേക്ക് ഒരിക്കലും ഈ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. അവർ നമ്മുടെ വണ്ടിയുടെ ഇതിലായിട്ട് വേണ്ടിയിട്ട് പുതിയൊരു മോഡലായിട്ട് അവർ ചെയ്തിറക്കാം. നമ്മുടെ വണ്ടി മാത്രമല്ല, പുതിയ മോഡൽ എന്തായാലും ഓൾറെഡി ഇപ്പോൾ കുറേ അടുത്തായി ആ ഒരു സംഭവത്തിലേക്ക് അവർ ചെയ്തിറക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വണ്ടി ഇപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ട് ജോഷിലേക്ക് പണിയാൻ, നമ്മുടെ അരിപ്പാടുള്ള വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് തുടങ്ങാറായിരുന്നു. ആ വണ്ടിയെല്ലാം നമ്മുടെ വണ്ടിയും ചെല്ലും. നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കുറച്ച് നമ്മുടെ പള്ളികളിലും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വണ്ടി നേരെ ജിങ്കേസി ഏറ്റം കൊണ്ടുപോകണം. അവിടുന്ന് വണ്ടി നേരെ തൊടുപുഴയെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യാൻ കൊടുക്കണം. ഫുള്ള് നല്ല വൃത്തിക്കായിരിക്കും പണി ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് സൗണ്ട് വർക്കിന് ചെയ്യുന്നു. സൗണ്ട് വർക്ക് നമ്മളിപ്പോഴേ പറയുന്നില്ല എവിടെ ചെയ്യുന്നതെന്ന്. സൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ മേളിൽ ഫുള്ള് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, വോക്കല്, അങ്ങനെ അത്യാവശ്യം ഫുള്ളൊരു ലോഡ് ചെയ്തിറക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാര്യം എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ വണ്ടി ഫീൽഡിലാണ് കൂടുതലും നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ട്രിപ്പുകളോ വലിയ ട്രിപ്പുകളോ ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോകണമെങ്കിലും എന്നെ ഒന്ന് എവിടെ പോകണമെങ്കിലും എന്നെ വിളിക്കുക, നമ്മുടെ വണ്ടി വിളിക്കുക. പിന്നെ
നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾക്ക് അനുയോജ്യമായ യാത്ര ചെയ്യേണ്ടത് ആ രീതി നമ്മളെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഫാമിലികളിലോ എന്തെങ്കിലുമൊക്കെ ഓട്ടം വരുവാണെങ്കിൽ, നമ്മുടെ വണ്ടി 17 സീറ്റ് ട്രാവലറാണ്, അതിനുള്ള ഓട്ടം വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. കാര്യം നമ്മുടെ വണ്ടി വിളിക്കണം, അത്യാവശ്യം നല്ല സർവീസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് ഫുള്ള് ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ് ചാനലിൽ നമ്മുടെ വണ്ടിയെ പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. കാര്യം വണ്ടി ഇപ്പം ഡെലിവറി എടുക്കുന്ന വീഡിയോ മസ്റ്റായിട്ട് നമ്മൾ ഇടും. കാര്യം അത് നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കിയുള്ള അപ്ഡേഷൻസ്, ജോഷി കൊണ്ടുപോകുന്നത്, AC ഐറ്റം കൊണ്ടുപോകുന്നത്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്ളോഗ്സ് എല്ലാം നമ്മൾ ഇനി അതിനകത്ത് ഇടാൻ പോകുന്നത്. നമ്മൾ ബാക്കി ഇനി ഇപ്പം തന്നെ വണ്ടി ഇടുന്ന ഷെഡിൻ്റെയൊക്കെ പണി തുടങ്ങി അവിടെ. അതൊക്കെ നിങ്ങളെ കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ മിക്കവാറും നിങ്ങളതുകൊണ്ട് കാണിക്കാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത്. പുതിയ മോഡൽ വണ്ടി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സൈഡിലൊരു ഫോട്ടോ എടുത്തേക്കാം, ന്യൂ മോഡൽ B6 ട്രാവലറിൻ്റെ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാര്യം നമ്മുടെ ഒരു പുതിയൊരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുവാണ് സ്വന്തം ഇതിൽ. ഒന്നും അതിനെപ്പറ്റി ഓൾമോസ്റ്റ് കുറേ അറിയാം. എന്നാലും നമ്മൾ എല്ലാം തികഞ്ഞൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ചാടി ഇറങ്ങി പരിപാടി ചെയ്യരുതല്ലോ. അപ്പോൾ എല്ലാവരും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. കുറേ തെറ്റുകളൊക്കെ വരാൻ കാര്യം ഒരു വർഷമായിട്ട് നമ്മൾ വ്ലോഗ് ചെയ്തിരുന്നതിൻ്റെ ആയിട്ടുള്ള പോരായ്മകൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറയുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, കുറേയേറെ പോരായ്മകൾ എനിക്കറിയാം. അപ്പം നിങ്ങളത് ക്ഷമിക്കണം. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ കട്ട് ചെയ്ത് കളയേണ്ടി വരും. കാര്യം അത്രയ്ക്ക് തെറ്റുകൾ ഞാൻ പറഞ്ഞു തുടങ്ങി. എന്തോ ടച്ച് വിട്ടല്ലോ. പിന്നെ നാളെ തൊട്ട് ഇനി വെളിയിൽ ആൾക്കാരുടെ ഫ്രണ്ട് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട് എനിക്ക്. ഓൾറെഡി എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ വ്ലോഗ് ചെയ്യുമ്പോൾ എനിക്ക് മടിയാണ്. എന്തോ ഒരു ഇതാണ്, ആൾക്കാരെ എന്ത് വിചാരിക്കുന്നുള്ള ഇതാണ്. ഇതൊക്കെ മാറ്റിയെടുക്കണം. നമ്മുടെ വണ്ടിയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയണം. കാര്യം അത്രയ്ക്ക് ആഗ്രഹമാണ് നമ്മളെല്ലാം തരുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹമാണ് നമ്മുടെ ഇത്രയും വലിയ ഇതാവണം എന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത്രയും വലിയതൊന്നും ആവണമെന്ന് വെച്ചാൽ അത്രയും വായ്പാണോ നമുക്കിതില്ല. നമുക്ക് ആൾക്കാർ അറിയപ്പെടണം, നമ്മുടെ വണ്ടിയും എല്ലാ ആൾക്കാരും അറിയപ്പെടണം. അതാണ് നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കുള്ള ചെറിയ ആഗ്രഹമാണ് അതൊക്കെ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്ത് സഹായിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.